ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജ ആകെപ്പാടെ ദേവയാനിക്ക് അടിമപ്പെട്ടു പോവാണ്. കാരണം അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള വിവരം അറിയുമ്പം ശരിക്കും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ജലജ. അബിയോട് പറയുന്നുണ്ട്, എടാ നാണം കെട്ടവനെ, നീ ആണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചത്. ഇനിയിപ്പോൾ എന്തെല്ലാം സഹിക്കണം, അവർ പറയുന്നതൊക്കെ കേൾക്കണ്ടേ. ആദർശിനെ കണ്ണടച്ച് കുറ്റം പറയാനും പറ്റില്ലല്ലോ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യാന്ന്. അതേസമയം ആദർശ് ജയിലിലൊക്കെ ആവുന്നുണ്ടെങ്കിലും അതൊന്നും അധികം ആഘോഷിക്കാനൊന്നും ജലജയ്ക്ക് പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, ജലജയെ ചില കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ദേവയാനി അങ്ങ് ഏൽപ്പിക്കുകയാണ്. ചന്തുമോളുടെ കാര്യങ്ങൾ നോക്കി ചന്തുമോളോടൊപ്പം കളിക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യേണ്ട ജലജയുടെ ഒരു ആവശ്യമായിട്ട് മാറുമ്പം നവ്യ ഇത് കണ്ടിട്ട് നവ്യക്ക് അത്ര അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. നവ്യ ജലജയോട് വഴക്കിടുന്നൊക്കെ ഉണ്ട് അതിനായിട്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഭിയാണെങ്കിൽ അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയൊക്കെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, ഈ വിശേഷം ചെന്നിട്ട് അമ്മയോടൊന്ന് പറയണം, ആദർശ് ജയിലിലായി എന്നുള്ള കാര്യം. അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. ഇപ്പം അമ്മയാണെങ്കിൽ ഒരു ചെറിയ വിഷമത്തിലാണ് എന്നിങ്ങനെ പറയാം. എന്നിട്ട് അവിടെ നിന്ന് പോരുകയാണ് അഭി പോരുന്ന വഴിക്കും ചിന്തിക്കുന്നത് അനഘയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അഭിയുടെ മനസ്സിലൊരു പേടി വരികയാണ്. അനഘയെക്കുറിച്ചിട്ടുള്ള വിവരം, ചന്തുമോളുടെ അച്ഛനാണ് താനെന്നുള്ള വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അറിയാനുള്ളത് നവ്യ മാത്രമാണ്. നവ്യെ കൂടി എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അവൾ പ്രതികരിക്കുന്നതെന്നൊക്കെ അഭി ഇങ്ങനെ ആലോചിക്കുക. നവ്യ പെട്ടെന്ന് ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ അഭി ചെന്ന് കഴിയുമ്പോഴേക്കും അഭിയുടെ അടുത്തേക്ക് വന്നിട്ട്, എടാ നീയാണോടാ ചന്തുമോളുടെ അച്ഛൻ, നീ എന്നെ ചതിക്കായിരുന്നോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുമ്പം സത്യം പറയടാന്ന് പറഞ്ഞ് കുത്തി പിടിക്കുകയും കയ്യിലിരിക്കുന്ന ഒരു കത്തി വെച്ച് ഒറ്റ കുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാണ് എന്ന് അഭി സ്വപ്നം കാണുകയാണ്. വണ്ടിയിലിരുന്ന് പെട്ടെന്ന് ഞെട്ടുകയാണ് കേട്ടോ. അഭി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നവ്യ തന്നെ വെട്ടിക്കൊല്ലുവോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ പേടിച്ച് വിറയ്ക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുക, ശരിയാ, ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും കള്ളത്തരം ഞാൻ അവളോട് കാണിച്ചു. ഇത്രയും നാൾ ഇത് മറച്ചു വെച്ച് ആദർശിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ പേരിലാണ് അവളിപ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചതിയായിരുന്നു ഇതെന്നറിയുമ്പം എന്നെ അവൾ തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നവ്യയ്ക്ക് അങ്ങനെ മുന്നും പിന്നും നോട്ടമൊന്നുമില്ല. അവൾ എന്നെ കൊല്ലും. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിക്കണം. ആ അനഘയെങ്കിലും ഇല്ലാതാവണം. ആ ചന്തുമോള്, ആ പെണ്ണും ഇല്ലാതാവണം. ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവില്ല. എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് അബിയുടെ ആ കൂട്ടുകാരനെ വിളിക്കുകയാണ്. അനഘയെ നോക്കാനായിട്ട്, അനഘയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്ന ആളെ വിളിക്കുമ്പോൾ അയാൾ ചോദിക്കുക, എന്താ അബി സാറേ എന്ന് ചോദിക്കുക. അതെ എടാ, ആ അനഘയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും നീ പറയുന്നില്ലല്ലോ, അവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട്, അതെ സാർ അന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് ആശുപത്രിയിൽ ഇട്ടില്ലേ, ICU കുറേ നാൾ കിടന്നു, മരിച്ചിട്ടൊന്നുമില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ജീവശവം പോലെ തന്നെ കിടക്കുക എന്ന് പറയാം. അപ്പം അബി പറയുന്നുണ്ട്, എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടോടാ, അവള് എണീറ്റ് കിടക്കാനോ സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഏയ് അതിനൊന്നും ഉള്ള ഒരു ചാൻസും ഇല്ല, അവൾ അന്നത്തെ പോലെ തന്നെ കിടക്കുക. അതുകൊണ്ടാണ് പിന്നെ സാറിനെ ഞങ്ങൾ വിളിക്കാതിരുന്നത് എന്ന് പറയണം. ആ അങ്ങനെ തന്നെ കിടക്കാണേ കിടക്കട്ടെ, ഇപ്പം മനസ്സിലൊരു വെപ്രാളമൊക്കെ വന്നടാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ചോദിച്ചതെന്ന് പറയുമ്പോൾ, എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആദർശ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആദർശ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, അതൊന്നും ഓർത്ത് നീയൊന്നും പേടിക്കേണ്ട, അവൻ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ലെന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുക, അതെന്താ സാറ് ആദർശിനെ ബ്ലോക്ക് ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആ ശരിക്കും ഒരു ബ്ലോക്ക് തന്നെയാണ്, അവനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ, ദുബായിലെ ജയിലിൽ കിടക്കുകയാണ്. ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ച് സമയം അങ്ങ് എടുക്കും, അല്ലാതെ പെട്ടെന്നൊന്നും അവൻ ഇനി നാട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അതും ജീവനോടെ വന്നെന്ന് പറയാം, അത്രേ ഉള്ളൂ. അവൻ്റെ ശല്യം ഒരു വിധത്തിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ അതിലും വലിയ ഭൂകമ്പമാണ് നടക്കുന്നത്. എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട് ചന്തുമോള് എൻ്റെ കൊച്ചാണെന്ന്. അനഘ ഈ അവസ്ഥയിലാവാൻ കാരണം ഞാനാണെന്ന്. എൻ്റെ ഭാര്യ മാത്രമേ ഇനിയിപ്പോൾ അത് അറിയാനുള്ളൂ. നവ്യ എങ്ങാനും അത് അറിഞ്ഞാൽ പിന്നെ എൻ്റെ കഴുത്ത് കാണില്ല. അപ്പോൾ അയാൾ ചിരിക്കുക,
എല്ലാവരെയും വെറുപ്പിക്കുകയും പേടിപ്പിക്കുകയും അതുപോലെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന സാറിന് ഭാര്യയെ പേടിയാണല്ലേ? ഈ വിവരം എങ്ങാനും ഭാര്യ അറിഞ്ഞ കൊല്ലുമല്ലേ? അല്ലെങ്കിൽ എല്ലാ വില്ലന്മാരുടെയും കാര്യം എങ്ങനെയാണ്? ഭാര്യമാരുടെ അടുത്ത് അവർ പൂച്ച കുട്ടികളായിരിക്കും. അപ്പോൾ അബിക്കങ്ങ് ദേഷ്യം വരുവാ, ചൊറിഞ്ഞു കയറി. അബി പറയാ, നിർത്തടാ, നിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അനഘയുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. എന്നെ എൻ്റെ ഭാര്യയും കൂട്ടിയൊന്നും നീ ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. പൂച്ചക്കുട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് നേരെ പോവാം. അങ്ങനെ അനന്തപുരി ചെന്ന് കയറുമ്പം തന്നെ അബിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ആദർശ് ജയിലിലായല്ലോ, ആരും അറിഞ്ഞിട്ടില്ലപ്പം. അനന്തപുരിയിൽ ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പം കയറി നേരെ റൂമിലേക്ക് അങ്ങ് പോവാണ്. റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ജലജ അവിടെ നിൽക്കുക. ജലജയ്ക്ക് അബിയോട് നല്ല ദേഷ്യമാണല്ലോ, ഇത്രയും കള്ളത്തരം പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ജലജയ്ക്കും ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുന്നത് ഇരിക്കുകയാണ്. ഇതിനി നവ്യ അറിയോ? നവ്യ അറിഞ്ഞാൽ എന്താവും? അബിയുടെ കാര്യം പോക്കാവും എന്ന് മാത്രമല്ല എൻ്റെ കാര്യവും പോക്കാവും. ഇനിയിപ്പോൾ എനിക്ക് തല ഉയർത്തി അവിടെ മുമ്പിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല. അവൾ എൻ്റെ തല എടുത്തില്ലേ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് റൂമിലിരിക്കുക. അപ്പോഴാണ് അബി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിൽ കയറി ചെല്ലുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വരുന്നത്. എന്താ നീ എന്താ ഇത്ര ചിരിച്ചു കളിച്ച് ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് ചോദിക്കാം. അത് അമ്മ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറയാണ്. എന്താടാ, നിന്റെ അടുത്ത കാമുകി കൊച്ചിനെ കൊണ്ട് വന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയും, അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? അല്ല, നിനക്കൊരായിരം എണ്ണം കാണുമല്ലോ, അതിലൊന്നിപ്പം കൊച്ചുമായിട്ട് വന്നു. എത്ര എണ്ണം ഇതുപോലെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. നീ സാധാരണ ഇതൊക്കെ ഒതുക്കി തീർക്കുന്നതാണല്ലോ. ഈ അനഘയെ മാത്രം നിനക്ക് ഒതുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാനാ. എന്നിട്ട് അവിഹിത കഥ മുഴുവൻ ആദർശിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ ശരിക്കും എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജലജങ്ങ് ദേഷ്യപ്പെടുമ്പോൾ പറയാണ് അബി. അതെ, അമ്മയുടെ മോൻ തന്നെയാണ് ഞാൻ. അതിന് പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുക, എന്ത്? അതെ, ആദർശ് ദുബായിലെ ജയിലിലാന്ന് പറയാം. അപ്പോൾ ജലജയ്ക്ക് എങ്ങ് ശ്വാസം വീഴുക. ജലജ ചോദിക്കുക, എടാ എന്താടാ നീ പറഞ്ഞേ, സത്യമാണോ അത്? അതെ, സത്യമാണ്. എന്നെ അവിടെ ജ്വല്ലറിയിലെ ആൾ വിളിച്ച് പറഞ്ഞു, അവൻ ദുബായ് ജയിലിലാണ്. അവിടുത്തെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ മുഴുവൻ ആകെപ്പാടെ പാകപ്പിഴയിൽ കിടക്കുകയാണ്. എല്ലാം പൂട്ടിക്കെട്ടുന്ന ലക്ഷണമാണ് കാണുന്നത്. അവൻ സ്വർണ്ണക്കടത്തിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങിയല്ല. എന്നെപ്പോലെ 14 ദിവസമൊന്നും ആയിരിക്കില്ല അവൻ കിടക്കുന്നത്. അവൻ കിടക്കാൻ പോകുന്നതേ അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. അപ്പോൾ ജലജയ്ക്ക് സന്തോഷമാവുക. എടാ അബി, ഇത്രയൊക്കെ ഒപ്പിച്ചെങ്കിലും ഇത്രയും നേരം എൻ്റെ മനസ്സിലൊരു തീയും ആദിയൊക്കെ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ ഒരു കുളിർമഴ പെയ്ത പോലെയായി എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ, കുളിർമഴ പെയ്ത പോലെയായി. നമുക്കിനി നല്ല കാലം വരാൻ പോവാ അമ്മേ. അമ്മ ഈ ടെൻഷനൊക്കെ വിട്. അനഘയും ചന്തുമോളെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. നവ്യ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളതൊന്നും കാര്യമാക്കണ്ടെന്നേ. അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കട്ടെ, അവളെ ആരും മൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഉടനെ തന്നെ പറയണ ജലജ, അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നീ പറയണ്ട. അവൾ ചിലപ്പോൾ നിന്നെ എന്നെയൊക്കെ കൊന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് നിനക്കറിയാവോ? ജീവന് പേടിയില്ല നിനക്ക്? അപ്പോൾ അബി പറയാം, ശരിയാ, അവളെക്കുറിച്ച് ഒന്നും മുൻധാരണ വയ്ക്കാൻ പറ്റില്ല. അതുപോലെ ജലജ പറയാം, എടാ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അവൾ ഈ വീട്ടിൽ നിന്ന് കൊച്ചുമായിട്ട് ഇറങ്ങിപ്പോയാലേ നമുക്ക് പിന്നെ അനന്തപുരിയിൽ ഒരു സ്ഥാനവുമില്ല. ജ്വല്ലറി നീ കാട്ടിക്കൂട്ടി കള്ളത്തരങ്ങളും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കാണിച്ച കള്ളത്തരവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവിടുന്ന് അച്ഛനും അമ്മയും കൂടെ നമ്മളെ ആട്ടിയിറക്കും. ഇപ്പം നവ്യയും കുഞ്ഞും ഉള്ള ഒറ്റ ബലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നവ്യയെ പിണക്കാനൊന്നും നീ നിൽക്കണ്ട. അതോ അവളെ സ്നേഹിച്ച് തന്നെ നിന്നാൽ മതി. ഈ വിവരം തൽക്കാലം അവൾ അറിയാനും പാടില്ല. ചന്തുമോള് നിന്റെ കൊച്ചാണെന്നുള്ളത് ഞാൻ പറയുന്ന അങ്ങ് കേട്ടാൽ മതി അബി എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് ശരിയാ, അവൾ അറിയരുത്. ഇതൊന്നും അവൾ അറിയാൻ പാടില്ല. അതിന് അമ്മയും സൂക്ഷിക്കണം. അവിടെ എവിടെയും ചെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ആൾ കളിക്കാൻ പോകുമ്പോഴേ നയനിയോ അമ്മായിയോ ഒക്കെ ഈ വിവരം അങ്ങ് വിളിച്ചു പറയും അവളോട്. അതുകൊണ്ട് അവരുടെ മുമ്പിലൊക്കെ അമ്മയും ഒന്ന് ഒതുങ്ങി നിന്നേക്കണം എന്ന് പറയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, ശരിയാ, ഇനിയിപ്പം ആ ദേവയാനിയുടെ അടിമയെ പോലെ ഞാൻ നിൽക്കേണ്ടി വരും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത്. എന്നാലും വേണ്ടില്ല, നമ്മുടെ നിലനിൽപ്പിനല്ലേ. നീ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചാൽ പിന്നെ അതൊക്കെ അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പോൾ ജലജ പറയാ, എന്തായാലും ആദർശ് ജയിലിൽ കിടന്നത് എനിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് അവരുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞു നിന്നിട്ട് 4 വർത്തമാനം പറയണം. നീ അന്ന് കിടന്നപ്പോഴേ എന്തൊക്കെയാ അവർ പറഞ്ഞത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആദർശിനും ഇങ്ങനെ തന്നെ ഒരു അനുഭവം വരുമെന്ന്. ദേവയാനിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഇതൊന്ന് പറഞ്ഞ് ആഘോഷിക്കണം. നയന എന്ന് പറയുന്നതൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്കാകും. അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞങ്ങ് പൊയ്ക്കോളും. അപ്പോഴേക്ക് അബി പറയാം, എൻ്റെ പൊന്നമ്മേ, അമ്മയോടല്ലേ ഈ പറഞ്ഞത്. ഇതൊന്നും കേട്ട വിവരം അമ്മയായിട്ട് ചെന്ന് അവിടെ പറയാനും ഞെളിഞ്ഞ് നിന്ന് പ്രസംഗിക്കാനും ഒന്നും പോകണ്ട.
അവരുടെ അടിമയാണ് അമ്മ ഇപ്പോൾ. അതൊന്നും അറിയാത്ത പാവത്തിനങ്ങ് നിന്നാൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു ഷോക്കിൽ അവർ നവ്യോടും കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. പിന്നെ നമ്മളതേ ഈ അനന്തപുരിയിൽ നിന്ന് പുറത്തായിരിക്കും ആകുന്നത്. നേരത്തെ അമ്മ കാര്യങ്ങൾ അറിഞ്ഞെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ മനസ്സിലാവും. അവരാരും പൊട്ടന്മാരല്ല. അതുകൊണ്ട് അമ്മ ഈ കാര്യം തൽക്കാലം ആരോടും പറയാനൊന്നും നിൽക്കണ്ട. നേരിട്ട് അവർ തന്നെ വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയാണ്. ശരി എന്ന് പറയാം. പക്ഷെ ജലജയ്ക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഭയങ്കര സന്തോഷമാണ് ഈ കാര്യം ആലോചിച്ചിട്ട്. അതേസമയം ദേവയാനിയൊന്നും ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ദേവയാനി ജലജയെ വിളിക്കുക. ജലജെ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ? അതെ, നിന്നോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്താ ഏടത്തി പറ. അല്ല, നീ ഇവിടെ ഞാൻ പറയുന്ന അനുസരിച്ച് വേണം നീ ജീവിക്കാൻ. അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, അല്ലാതെ എപ്പോഴും ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലയെന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ശരി ഞാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കാം, എന്താ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ദേവയാനി പറയും, അതെ, നയൻ്റെ മോക്ക് ഇപ്പോൾ കുറച്ച് ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. അവൾ ഗർഭിണിയല്ലേ, അതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കുക നീ എന്ന് പറയാം. അപ്പോൾ ജലജ, ബിരിയാണിയോ? ഞാനോ? എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇതുവരെ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുക? നയനയ്ക്ക് വേണമെങ്കിൽ അവളുണ്ടാക്കില്ലേ, അവൾക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാലോ. അപ്പോൾ ദേവയാനി പറയാം, അവക്കേ ചെറിയ തലവേദനയാണ്, ഭക്ഷണത്തിൻ്റെയൊക്കെ മണം അടിക്കുമ്പം ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ ഓക്കാനം വരുന്ന അവളെ അടുക്കള കയറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ജലജെ നീ ചെല്ല്, എല്ലാം ശരിയാക്കി വയ്ക്ക്, ഞാനും കൂടി വരാൻ നിന്നെ സഹായിക്കാൻ എന്ന് പറയാം. ജലജ അങ്ങ് പോവാ. ജലജ അടുക്കളയിൽ ചെന്ന് നിന്നിട്ട് വെജിറ്റബിൾ അരിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. നല്ല ചൂടാണ്. അപ്പം ജലജ പറയും, ഓ നാശം, ഈ ചൂടടിച്ച് ഈ അടുക്കളയിൽ കിടന്ന് പണിയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പം അങ്ങോട്ട് നവ്യ വരിക. നവ്യ വന്നിട്ട് ചോദിക്കും, അമ്മ എന്താ ഇന്ന് അടുക്കളയിലൊക്കെ കയറിയേ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുക, പിന്നെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി എടി, ഇതാ നയനയ്ക്ക, അവൾക്ക് ഇത്തിരി ബിരിയാണി കഴിക്കണമെന്ന്, അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കയറിക്കിരിക്കുക എന്ന് പറയാം. ഉടനെ നവ്യ ചോദിക്കും, അമ്മയോ നയനയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനോ? ഇതെന്ത് പറ്റി? കാക്ക ഇന്ന് മലന്ന് പറക്കുമല്ലോ. അപ്പം ജലജ പറയാം, എന്ത് ചെയ്യാം, ഇത്തിരി ഉണ്ടാക്കി കൊടുത്തേക്കാം, ഇങ്ങനെയൊക്കെ ഇരിക്കുമല്ലേ, നമ്മളങ്ങ് കൊടുത്തേക്കാം എന്ന് പറയുമ്പം നവ്യ പറയാ, ഓ എന്തേലും കാണിക്ക്, എന്നാലും അമ്മ ഇപ്പം അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ആ പിന്നെ അമ്മ കയറിയതല്ലേ, ബിരിയാണി ഉണ്ടാക്കുമ്പം എനിക്കും കൂടെ കൂട്ടി ഉണ്ടാക്കിക്കോ കേട്ടോ, ഒത്തിരി നാളായി നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് പോവാ. അപ്പോൾ ജലജ പറയാ, ഈ ചേട്ടത്തി അനിയത്തെ ഞാൻ ബിരിയാണി തീറ്റിക്കാം, ഇപ്പം തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ, ഇതൊക്കെ അങ്ങ് പുറത്തറിയാതിരിക്കാൻ. എന്തായാലും അടുത്ത ഒരു ബോംബ് അനന്തപുരി പൊട്ടായിരിക്കുന്നേ ഉള്ളൂ. ആദർശ് ജയിലിലാണെന്നുള്ള കാര്യം അതറിയുമ്പോൾ ഈ ദേവയാനിയുടെയും നയനയുടെയും ഒക്കെ ഗ്യാസ് അങ്ങ് പൊക്കോളും. നന്നായിട്ട് ബിരിയാണി തന്നെ ഉണ്ടാക്കി കൊടുത്തേക്കാം, അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചങ്ങ് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നിന്ന് ജോലി ചെയ്യുക. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. കൊണ്ടുവച്ചിട്ട് നയനയെ വിളിച്ച് ഫുഡ് കൊടുക്കുക. അപ്പം ദേവയാനി വിളിക്കുന്നുണ്ട്, നയനമോളെ വന്നിരുന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ജലജയാണ് കേട്ടോ വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. ദേവയാനി ഇടയ്ക്ക് സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ജലജ വിളമ്പി കൊടുക്കുമ്പോഴും ജലജയുടെ മനസ്സിലുണ്ട്, കഴിക്കടി, നീ നല്ലോണം കഴിക്കും, നീ ഇനി പൊട്ടിക്കരയാനുള്ളതാ. നിന്റെ ഭർത്താവേ അവിടെ ദുബായ് ജയിലിൽ കിടന്ന് നരകിക്കുക, ആ വിവരം അറിയുമ്പം നിന്റെ എല്ലാ ഗ്യാസും തീരും, നീ നല്ലോണം കഴിക്കുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ നയനിക്ക് കൊടുക്കുന്നത്. അപ്പം നയന ഉടനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്നെന്താ അപ്പച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമേ, ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ദേവയാനി പറയാം, മോളെ നീ ധൈര്യമായിട്ട് കഴിച്ചോ, ജലജ ഉണ്ടാക്കി തരുന്ന ഒന്നും കഴിക്കാനേ ഇനി നീ പേടിക്കൊന്നും വേണ്ട, അവളെ നല്ല രീതിയിൽ തന്നെ നിനക്ക് ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ നയനിക്ക് പിന്നെ അത്ഭുതം, എന്ത് പറ്റി അപ്പച്ചി ഇങ്ങനെ കയറി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദേവയാനി പറയാം, നീ ഒന്നും പേടിക്കണ്ട, കഴിച്ചോളാൻ പറയാം. അങ്ങനെ നയനിക്ക് നവിക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി വിളമ്പി കൊടുക്കുകയാണ് ജലജ. പക്ഷെ ജലജയുടെ മനസ്സിൽ ഇങ്ങനെ ലഡു പൊട്ടിക്കൊണ്ടേയിരിക്കുക, ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്താണെന്ന് വെച്ചാൽ ആദർശിനെ കുറിച്ചിട്ടുള്ള ആ ദുഃഖവാർത്ത എല്ലാവരും അറിഞ്ഞ് എല്ലാവരും അങ്ങ് വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കുക ഉള്ളിൽ ജലജ. പക്ഷെ വിളിച്ചു പറയാൻ പറ്റുന്നുമില്ല. നേരത്തെ സമയമായിരുന്നെങ്കിൽ ജലജ അത് വിളിച്ച് നേരെ നയനിയോട് പറഞ്ഞേനെ. ഇപ്പം ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദേവയാനി മറ്റേ വിവരം ഉടനെ നവിയോട് പറയുമല്ലോ എന്നോർത്ത് ജലജ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ജലജയും ഫുഡൊക്കെ കഴിച്ച് പോവാണ്. അത് കഴിയുമ്പോഴേക്കും ദേവയാനി വിളിക്കുകയാണ്, ജലജ നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ? ചന്തുമോളുടെ കാര്യം നീ നോക്കണം എന്ന് പറയണം. അപ്പം ജലജ ചോദിക്കുക, എന്തിന്? ഞാൻ ചന്തുമോളുടെ കാര്യം നയനിയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, അതുപോലെ ഏടത്തെയും നോക്കാറുണ്ട്, എന്നെ ആ കൊച്ചിന് ഇഷ്ടമൊന്നുമില്ല,
അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യമൊന്നും നോക്കില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ നീ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ജലജെ, നിന്റെ മകൻ്റെ കൊച്ചല്ലേ, അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം നിനക്ക് കൂടിയില്ലേ? ഇനിയിപ്പം നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നവിയോടല്ല സത്യങ്ങൾ ഞാനങ്ങ് വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ ജലജ പറയാം, അയ്യോ വേണ്ടേ, പറയണ്ട, എന്നാൽ ഇന്ന് ഫുള്ള് നീ ആ കൊച്ചിനെ നോക്കണം. ഇപ്പം അതിനെ വിളിച്ചിട്ട് ഒന്ന് കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ നിർത്ത്. അതിനുശേഷം അതിൻ്റെ കൂടെ ഒന്ന് കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്യ്. ചന്തുമോൾ എന്ത് പറഞ്ഞാൽ നീ അതങ്ങ് അനുസരിച്ചേക്കണം. ഇല്ലെങ്കിൽ ചന്തുമോൾ കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ജലജയെ നീ അനുസരിച്ചേക്കണം കേട്ടോ എന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, ശരി ഞാൻ അനുസരിച്ചോളാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവനോരോന്ന് ഒപ്പിച്ച് വച്ചിരിക്കുകയല്ലേ മനുഷ്യനെ കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞ് കയറി പോവാം. ചന്തുമോളെ വാ മോളെ, വാ മോളെ, ജലജാമ്മൂമ്മ കുളിപ്പിക്കാം എന്ന് പറയാം. അപ്പോൾ ചന്തുമോള് പറയാം, വേണ്ട വേണ്ട, എന്നെ ജലജാമ്മൂമ്മ കുളിപ്പിക്കൊന്നും വേണ്ട, എന്നെ നയനാമ്മ കുളിപ്പിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറഞ്ഞു കൊടുക്കുക, ചന്തുമോളെ ചെല്ല്, ജലജാമ്മൂമ്മ ഇന്ന് കുളിപ്പിക്കും. നയനമ്മയ്ക്ക് തലവേദനയാണ്, അതുകൊണ്ടല്ലേ മോളെ, ചെല്ല് മോൾ അനുസരിക്ക്. ഇന്ന് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജലജാമ്മൂമ്മയാണ്, അതുകൊണ്ട് മോൾക്ക് എന്ത് വേണേലും ജലജാമ്മൂമ്മയോട് പറഞ്ഞാൽ മതി. അപ്പോൾ ചന്തുമോൾ അറിയാം, ആ ശരി എന്ന് പറയാം. ചന്തുമോളെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ നിർത്തി കുളിപ്പിക്കുക കേട്ടോ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. നാശം പിടിക്കാൻ ഈ കൊച്ച്, ഈ കുറ്റുകുരു കുരങ്ങിനെ ഞാൻ കുളിപ്പിക്കണമല്ലോ. അപ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വാരി ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് എറിയാണ്, ജലജയുടെ മേളിലേക്ക് തെറിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പം ജലജ കൊച്ചിനെ വഴക്ക് പറയാം, അടങ്ങി നിൽക്ക് ചന്തുമോളെ, അടങ്ങി നിൽക്കുക അവിടെ കൊച്ചേ, ഞാൻ നിന്നെ ഒന്ന് കുളിപ്പിക്കട്ടെ, എൻ്റെ മുഖത്തൊക്കെ വെള്ളം ഒഴിക്കാതെ, ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് ഒരുവിധം കുളിപ്പിക്കുമ്പോൾ ചന്തുമോൾ ഭയങ്കര സന്തോഷത്തിൽ ജലജയുടെ മേത്തെല്ലാം വെള്ളമെല്ലാം തെറിപ്പിച്ച് ആഘോഷമായിട്ട് കുളിക്കുക. അപ്പോഴേക്കും ഒക്കെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. അതിനുശേഷം ജലജ പിടിച്ചു കൊണ്ടുവന്ന് തലയൊക്കെ തോർത്തിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് ഇപ്പം പറയുന്നുണ്ട്, സുന്ദരിയായിട്ടാണ് ചന്തുമോൾ കേട്ടോ, ജലജാമ്മൂമ്മ നല്ലപോലെ നോക്കിയെന്ന് പറയണം. അപ്പം ചന്തുമോൾ പറയാം, എനിക്ക് മുഖത്ത് പൗഡറും ഒക്കെ ഇടണം, കണ്ണ് എഴുതണം എന്നൊക്കെ പറയാം. ശരി എല്ലാം ചെയ്തു തരാം, അവിടെ ഇരിക്കും എന്നും പറഞ്ഞ് കണ്ണൊക്കെ എഴുതിക്കുക ജലജ. അപ്പോഴത്തേക്കും പൗഡറൊക്കെ എടുത്തിട്ട് ചന്തുമോൾ ആ പൗഡറൊക്കെ ജലജയുടെ കയ്യിൽ മുഖത്തും ഒക്കെ വെച്ച് തേക്കുക. ജലജ പറയുന്നുണ്ട്, എന്താ കൊച്ചേ ഈ കാണിക്കുന്നത്, എൻ്റെ മുഖത്തൊക്കെ വെച്ച് തേക്കുന്നത് എന്തിനാ, ഞാൻ നിന്നെ ഒരുക്കല്ലേ, ഞാൻ ഒരുക്കി തരാം നിന്നെ, നീ അവിടെ അടങ്ങിയിരിക്കുക. എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ കരയും കേട്ടോ എന്ന് പറയുക ചന്തുമോൾ. അയ്യോ കരയണ്ടേ, ഞാൻ നിന്നെ ഒരുക്കിയേക്കാം, അതല്ലേ ഇനി അവളുമാർക്ക് കാണേണ്ടത് എന്നും പറഞ്ഞ് കൊച്ചിൻ്റെ മുഖത്ത് കണ്ണെഴുതുകയും പൊട്ടുകൊടുക്കുകയും പൗഡർ ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജലജ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചന്തുമോൾ ഓരോ കുസൃതി കാണിക്കുകയും അങ്ങോട്ട് ഓടുകയും ഇങ്ങോട്ട് ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ ജലജ ഇതിൻ്റെ പുറകെ ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്തുമോൾ പറയുന്നത്, ജലജാമ്മൂമ്മേ നമുക്ക് കുറച്ച് നേരം ബോൾ വെച്ച് കളിച്ചാലോ. അപ്പോൾ ജലജ പറയും, എനിക്കൊന്നും പറ്റില്ല, ഇപ്പം തന്നെ നിൻ്റെ പുറകെ ഓടി എൻ്റെ നടുവും പുറവും ഒക്കെ പൊട്ടിപ്പോയി, ഇനി നിൻ്റെ കൂടെ കളിക്കാൻ വരാനൊന്നും എനിക്ക് നേരെയില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് വെളിയിൽ നിന്ന് കുറച്ച് സമയം കളിക്കാന്നേ എന്നും പറഞ്ഞ് ചന്തുമോൾ അങ്ങ് കരയാൻ തുടങ്ങുന്നവരെ, കരയണ്ട ഞാനും വരാം, എനിക്കാണേ വയ്യ എന്നും പറഞ്ഞ് ജലജ പോയിട്ട് അവിടെ വെളിയിലോട്ട് ഇറങ്ങുക ചന്തുമോളുമായിട്ട്, ഒരു ബോളും ഒക്കെ ആയിട്ട് ചന്തുമോളും കൊണ്ട് കൂടെ. എന്നിട്ട് ചന്തുമോൾ ഈ ബോള് ജലജയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ജലജ അതെടുത്ത് തിരിച്ചെറിയണം, പിന്നെയും ബോൾ എറിയുക, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ജലജ ഓടിപ്പോയി എടുക്കണം. ജലജ പറയാം, അയ്യോ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയല്ലോ, ഈ ബോൾ എടുക്കാനായിട്ട് എനിക്കാണേ വയ്യ, ഇന്ന് മൊത്തം ഈ കൊച്ചിനെ നോക്കി എൻ്റെ നടു മുടിഞ്ഞു, ഇങ്ങനെ നാശം എന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കുമ്പോൾ ചന്തുമോൾ പിന്നെയും വന്ന് വിളിച്ചോണ്ട് പോവാ, ജലജാമ്മൂമ്മേ വാ നമുക്ക് ബോൾ കളിക്കാം, ഞാൻ നയനമ്മയായിട്ട് കളിക്കാറുള്ളതാ, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാം. അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ വരികയാണ്. നവ്യ നോക്കുമ്പം ജലജ എന്ന ചന്തുമോളുടെ കൂടെയാണ് കൂടുതൽ സമയം. അതുമാത്രമല്ല ചന്തുമോളുമായിട്ട് ബോൾ കളിക്കുന്നു. നയനയ്ക്ക് നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതെന്താ ഇതിപ്പോൾ സംഭവിച്ചത് എന്ന് വെച്ച്. ദേവയാനി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ദേവയാനിക്ക് സംഭവം ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ജലജയ്ക്ക് ഒരു പണി കൊടുത്തതല്ലേ, കുറച്ച് നേരം കൊച്ചിനെ നോക്കട്ടെ, മകൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ ചിന്തിക്കുക ദേവയാനി. നവ്യ അതേസമയം വന്നിട്ട് ഒച്ചയെടുക്കുക, എന്താ അമ്മ ഈ കാണിക്കുന്നത്, അമ്മ എന്തിനാ ഈ പെണ്ണുമായിട്ട് ബോളിട്ട് കളിക്കുന്നത്, ഈ വയസ്സാം കാലത്ത് അമ്മയ്ക്ക് ഒരു പണിയില്ലേ, ഇനിയിപ്പോൾ വയ്യെന്നൊക്കെ പറയാമല്ലോ. അമ്മയോട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ നോക്കാനോ കുളിപ്പിക്കാനോ പറയുമ്പം അമ്മയ്ക്ക് തീരെ വയ്യ, നടുവിന് വേനയാ കാലിന് വേനയാന്നൊക്കെ പറയുമല്ലോ. എൻ്റെ കുഞ്ഞിനെ ഒന്നും മര്യാദയ്ക്ക് നോക്കുന്നുമില്ല, എടുത്തിട്ട് നടക്കുന്നുമില്ല. ഇപ്പം ഈ ചന്തുമോളുടെ കൂടെ കളിക്കുന്നു, ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു, ചന്തുമോളുടെ പുറകെ നടക്കുന്നു, ഇപ്പോൾ അവളുമായിട്ട് ബോൾ കളിക്കുന്നു, ഇതിനൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുക, അതിനെന്താ കുഞ്ഞു കുട്ടിയല്ലേ, ഒന്നും അറിയാത്ത പ്രായമല്ലേ, അതിൻ്റെ കൂടെ ഞാൻ ഇത്ര നേരം കളിച്ചെന്ന് വെച്ചാൽ നിനക്കെന്താ, നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്. അപ്പം നവ്യ പറയും, ഇതെന്തായി സംഭവിച്ചത്, അമ്മ തന്നെയല്ലേ ചന്തുമോളുടെ അടുത്ത് അടുക്കരുതെന്നും കുഞ്ഞിൻ്റെ അടുത്ത് അടുപ്പിക്കരുതെന്നും ഒക്കെ പറയുന്നത്, ഇപ്പം ഇതെന്ത് പറ്റി ചന്തുമോളുടെ കൂടെ കളിക്കാൻ. ഓ
അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, എനിക്കതിനെ കണ്ടപ്പം പാവം തോന്നി. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചേക്കാന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് ഉരുണ്ട് കളിക്കുകയാണ്. നവി ഇതൊന്നും ഇഷ്ടപ്പെടാതെ അങ്ങ് മുഖമൊക്കെ വീർപ്പിച്ച് കയറി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്